ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കമലാവതി അച്ഛമ്മ അറിയുകയാണ് ശ്രുതി വീട്ടിലില്ലെന്നുള്ള കാര്യം. അങ്ങനെ ശ്രുതിയുടെ റൂമിൽ പോയി സംസാരിക്കുന്ന സമയത്ത് ശ്രുതി എല്ലാ കാര്യവും ശ്രുതിയെക്കുറിച്ചുള്ളത് പറയും. മുൻപ് ശ്രുതി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു അച്ഛമ്മേ, അവൾ മലേഷ്യക്കാരിയല്ല, അവളുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്ന് മരിച്ചെന്ന് പറഞ്ഞതൊക്കെ നുണയാണ്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന മലേഷ്യൻ അലേച്ചൻ എന്ന് പറഞ്ഞ ആളുടെ പേര് ബീരാനെന്നാണ്, അയാളൊരു ഇറച്ചി വെട്ടുകാരനാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന അച്ഛമ്മയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ ചന്ദ്രമതിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തുടർക്കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ചന്ദ്രയുടെ സംസാരിക്കുന്ന സമയത്ത് ചന്ദ്ര പറയും, അവളൊരു കള്ളിയായിരുന്നു അമ്മേ, അവളെല്ലാ കാര്യവും ഞങ്ങളിത് മറച്ചു വെച്ചു. അവൾ എന്തെല്ലാം പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചതെന്നറിയാവോ. അവളുടെ മലേഷ്യൻ ഇളയച്ചൻ എന്ന് പറഞ്ഞ ഒരാളെ കൂട്ടിക്കൊണ്ടുവന്ന് അയാളെ കൊണ്ട് നാടകം കളിപ്പിക്കുമായിരുന്നു. അതിനുശേഷം അയാളെ ഒരു ഇറച്ചി വെട്ടുകാരനെന്നുള്ള കാര്യം അയാൾ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ കള്ളത്തരമാണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയെക്കുറിച്ചുള്ള കള്ളത്തരങ്ങൾ മൊത്തം അങ്ങ് പറയുകയാണ്. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അച്ഛമ്മ ചോദിക്കും, ഇതിനെല്ലാം ആരാണ് ചന്ദ്രയെ കാരണക്കാരിയെന്ന് ചോദിക്കും. ഉടനെ പറയും, അവളല്ല, ഇതിനെല്ലാം കാരണക്കാരി നീയാണ്. നിനക്ക് പണക്കാരിയായ മരുമകളെ കിട്ടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ആയിരുന്നല്ലോ നീ ശ്രുതിക്ക് വേണ്ടി ശ്രുതി ആലോചിച്ചത്. അവളെക്കുറിച്ച് എന്തെങ്കിലും നീ അന്വേഷിച്ചോ? അവൾ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ നീ വിശ്വസിച്ചു. ഒരിക്കൽ പോലും അവളെക്കുറിച്ച് നീ അന്വേഷിക്കാൻ ശ്രമിച്ചില്ല. നിൻ്റെ മകൻ്റെ വിവാഹക്കാര്യമല്ലായിരുന്നു, നീ അവളെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. അവളെ എവിടെയുള്ള പെൺകുട്ടിയാണ്, എന്ത് ജോലി ചെയ്യുന്നു എന്നെല്ലാം നീ അന്വേഷിക്കണമായിരുന്നു. അവൾ മലേഷ്യക്കാരിയാണ്, കോടീശ്വരിയാണെന്ന് അവൾ പറഞ്ഞ അനുസരിച്ച് നീ അത് വിശ്വസിച്ച് നിൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഇപ്പോഴും നിനക്ക് അവളെക്കുറിച്ച് ശരിക്കും ഒരു കാര്യങ്ങളും നിനക്കറിയത്തില്ല. നിനക്കെപ്പോഴും രേവതിയുടെ പുറത്ത് കുതിര കയറാനും രേവതിയെ കുറ്റപ്പെടുത്താനും മാത്രമേ നിനക്ക് സാധിക്കുമായിരുന്നുള്ളൂ. നീ എപ്പോഴും പണമില്ലാത്തതിൻ്റെ പേരിൽ അവളെ കുറ്റപ്പെടുത്തി. അപ്പം നിനക്ക് പണമാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കിയ നിൻ്റെ മൂത്ത മരുമകൾ നിന്നെ ചതിച്ചു. ഇതല്ലേ ഇപ്പോൾ സംഭവിച്ചതെന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് പിന്നെ ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. അതിനുശേഷം പറയും, ശ്രുതി, ഇനി നിൻ്റെ തീരുമാനം എനിക്കറിയേണ്ടത്. 1 വർഷത്തോളം അവൾ നിൻ്റെ ഭാര്യയായിട്ട് നിൻ്റെ കൂടെ താമസിച്ചത്. നിനക്കിനി തുടർന്ന് ഭാര്യയായിട്ട് അവൾ വേണോ വേണ്ടായോ ചോദിക്കും. അപ്പോഴത്തേക്ക് ചന്ദ്രമതിയെ നോക്കുകയാണ്, എന്തിനാടാ നീ നിൻ്റെ അമ്മയെ നോക്കുന്നത്? നീ എന്തോ ഇള്ള കുട്ടിയാണോ? നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ അറിയത്തില്ല. ഇത് നിൻ്റെ ജീവിതമാണ്, നീ വേണം തീരുമാനിക്കാൻ. നിൻ്റെ ജീവിതത്തിൽ ഇനി ഭാര്യയായിട്ട് ശ്രുതി വേണോ വേണ്ട എന്ന്. അത് അമ്മ പറയുന്നത്. അമ്മയല്ല തീരുമാനിക്കുന്നത്, നീയാണെന്ന് പറയും. ഇവരെ നീ അവളെ വിളിക്കാൻ പറയും. ഉടനെ പറയും, അത് അച്ഛമ്മേ, എന്താ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലെന്ന് പറയും. അപ്പോൾ സച്ചിയും പറയും, അവളെ വിളിക്കാൻ പറയും. അങ്ങനെ പറയും, നീ ഫോൺ ചെയ്ത് അവളെ വിളിക്കുക. അങ്ങനെ ശ്രുതി ഫോണിൽ വിളിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഫോൺ എടുക്കത്തില്ല. അപ്പം മീര പറയും, ശ്രുതിയില്ലേ, ഒത്തിരി തവണ നിന്നെ വിളിക്കുന്നുണ്ട്, നീ ഫോൺ എടുക്കുക. ശ്രുതി വേണ്ട, ഞാൻ ഷോപ്പിൽ പോയി ശ്രുതിയോട് സംസാരിച്ചപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നേ വലുത്. അമ്മ പറയാതെ എന്നെ വീട്ടിലോട്ട് കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. എങ്കിലും എന്തെങ്കിലും അത്യാവശ്യം കാണും, അല്ലാതെ അവൻ ഇങ്ങനെ തുടരെ നിന്നെ വിളിക്കത്തില്ലല്ലോ. അപ്പോഴേ കുറച്ച് നേരം കഴിയട്ട് മീര, അതിന് ശേഷം ഞാൻ എടുക്കാമെന്ന് പറയും. അങ്ങനെ 2-3 തവണ അച്ഛമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശ്രുതി ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല. അച്ഛമ്മ അവൾ ഫോൺ എടുക്കുന്നില്ലെന്ന് പറയും. അവളെന്തെങ്കിലും തിരക്കിലായിരിക്കും, അവൾ വിളിച്ചോളൂന്ന് പറയും. അവൾ വിളിച്ചാൽ ഇങ്ങോട്ട് അവളുടെ അടുത്ത് വരാൻ പറയണം. എനിക്ക് അവളും കൂടി ഇവിടെ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുശേഷം ബാക്കി തീരുമാനിക്കാമെന്ന് പറയും. ആ സമയത്ത് രവീന്ദ്രൻ പറയും, അമ്മ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. അമ്മയ്ക്ക് മാത്രമേ അതിന് സാധിക്കൂ. അപ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. നീ എന്തിനാടി അവനെ നോക്കി പേടിപ്പിക്കുന്നത്? നീ പറഞ്ഞാണോ അവൻ്റെ അടുത്ത് ഒരു സത്യവും എൻ്റെ അടുത്ത് പറയേണ്ടതെന്ന്? നീ എന്ത് കരുതി ഒന്നും ഞാൻ അറിയത്തില്ലെന്നുള്ളതോ? രവി എല്ലാ കാര്യവും എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, അതറിഞ്ഞു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ രേവതിയുടെ കാര്യവും ഞാൻ അറിഞ്ഞിരുന്നു പറയും. രേവതിക്ക് 8 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കിട്ടിയ കാര്യവും അതിനുവേണ്ടി ഈ വീട് ലോൺ വെച്ചിട്ട് അവൾക്ക് പൈസ കൊടുക്കാനായിട്ട് രവി ആലോചിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അതിന് നീയാണല്ലോ തടസ്സം നിന്നത്. എന്നിട്ട് ആ ഹേമയെന്ന് പറഞ്ഞവളത്ത് വിളിച്ച് പറഞ്ഞേക്കുന്നു, എൻ്റെ കുട്ടി ഇത്രയും പൈസയും കൊണ്ട് ചെല്ലുന്ന കാര്യം. എന്നിട്ട് അവളുടെ ഗുണ്ടകൾ തന്നെ അവളുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഈച്ച അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സീസൺ 1, 2 എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പറയാം, ഈ പൈസയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു എന്ന് പറയും. അപ്പോൾ രവി പറയും, ഞാൻ എല്ലാ കാര്യവും അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അവരെന്താ എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ ചെന്നത്. പക്ഷേ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ അവരെ സഹായിക്കാനായിട്ട് അമ്മ അതുകൊണ്ട് വരികയായിരുന്നു. ആ സമയത്താണ് രേവതിയുടെ കയ്യിൽ നിന്നുള്ള 5 ലക്ഷം രൂപയും തട്ടിയെടുത്തുകൊണ്ട് ഹേമയുടെ ഗുണ്ടകൾ അങ്ങോട്ട് കാണുന്നത്. അങ്ങനെ ഈച്ചയുടെയും അച്ചമ്മയുടെയും മുമ്പിലാണ് അവർ വന്ന് ചാടുന്നത്. അങ്ങനെ അച്ചമ്മയാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് മേടിച്ച് അവരെ അടിച്ചൊതുക്കി ഓട്ടിക്കുന്ന അവിടുന്ന്. അങ്ങനെ ആ പൈസ തിരിച്ച് രേവതി പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണെന്ന് മനസ്സിലാക്കിയ അച്ചമ്മ ആ പൈസ പൂക്കടയിൽ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്.
അതിനുശേഷം അച്ഛമ്മയുടെ കയ്യിൽ അവരെ സഹായിക്കാനായിട്ട് കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ അഡീഷണലും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് രേവതിക്ക് ആ ഓർഡർ കൈവിട്ട് പോകാതിരിക്കുന്നത്. ഇതും കൂടി അറിയുന്ന നമ്മുടെ ഹേമയ്ക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റാത്തതാണ്. കാരണം അവൾക്ക് ഓർഡറും കിട്ടി, ആ പൈസ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചിട്ട് 5 ലക്ഷം രൂപ അവൾ പൂക്കട അഡ്വാൻസും കൊടുത്തു, 1 ലക്ഷം രൂപ അധികവും കൊടുത്തു. ഇനി എങ്ങനെ ആ ഓർഡർ നമുക്ക് കിട്ടും? ഇനി അവൾ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്ത് ആ ഓർഡർ ക്യാൻസൽ ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഹേമയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഹേമ അടുത്ത പ്ലാൻ എങ്ങനെയെങ്കിലും തയ്യാറാക്കും ആ ഓർഡർ രേവതിക്ക് നഷ്ടപ്പെടാൻ വേണ്ടി. കാരണം അവരുടെ ഫീൽഡിൽ പുതിയൊരാൾ വളരുന്നത് അവരെങ്ങനെയെങ്കിലും ആ ഒരു ഈ വളർച്ചയെ അവരില്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് ശ്രുതി എടുത്ത് പറയും, എന്താ ശ്രുതി വിളിച്ചതെന്ന് ചോദിക്കും. ഞാൻ എത്ര തവണ കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു ശ്രുതി, നീ എന്താ ഫോൺ എടുക്കാമെന്ന് ചോദിക്കും. ശ്രുതി വിളിച്ച കാര്യം പറ. അത് അച്ഛമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അച്ഛമ്മ? ആ അതെ, അച്ഛമ്മയ്ക്ക് നിന്നോട് സംസാരിക്കണം, നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് പറയും. അത് ശ്രുതി ഞാൻ വരാം, പക്ഷേ ശ്രുതിയുടെ അമ്മ എന്നെ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ വരത്തില്ലെന്ന് പറയും. ശ്രുതി എൻ്റെ ഭർത്താവാണ്, ശ്രുതിക്ക് എന്നെ ശാസിക്കാൻ ശിക്ഷിക്കാം, പക്ഷേ ശ്രുതിയുടെ അമ്മയ്ക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന് പറയും. അച്ചമ്മയ്ക്കാണ് നിന്നെ കാണേണ്ടത്, നിനക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയും ഞാൻ വരാം എന്ന് പറയും. അങ്ങനെ ശ്രുതി അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് ചന്ദ്രയ്ക്ക് നല്ല കലിയാണ്. അവളെ ഇനി കാണരുത്, സംസാരിക്കരുത്, എത്രയും പെട്ടെന്ന് അവളുമായിട്ട് ഡിവോഴ്സ് നടത്തണം, അതിനുശേഷം വലിയ കോടീശ്വരിയായ പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ മോനെ വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത്. പക്ഷേ അച്ഛമ്മ വന്നുകൊണ്ട് ആ പ്ലാനൊന്നും നടക്കത്തില്ല. ശ്രുതിയെ വീട്ടിൽ വിളിച്ച് വരുത്തി എങ്ങനെയെങ്കിലും സംസാരിപ്പിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി പ്രശ്നം പരിഹരിക്കാനാണ് അച്ഛമ്മ ശ്രമിക്കുന്നതെന്നും ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഹേമയ്ക്ക് രേവതിയോടുള്ള പക കൂടുന്നത് പോലെ തന്നെ നമ്മുടെ ആൻ്റണിക്കും സച്ചിയോടും രേവതിയോടുമുള്ള പക കൂടുകയാണ്. ആൻ്റണിക്കാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ വണ്ടിയുടെ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയെങ്കിലും ബ്രേക്ക് അഴിച്ചു വിട്ടിട്ട് എങ്ങനെയെങ്കിലും കാർ ആക്സിഡൻറ്റ് പെടുത്താനും സച്ചിയെ അപകടപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. അത് നടന്നില്ല. രേവതി ആൻ്റണിയെ അടിച്ചതിൻ്റെ ഒരു വൈരാഗ്യമുണ്ട്. അതുപോലെ തന്നെ ശരത്ത് ആൻ്റണിയായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിർത്തി ശരത്തിൻ്റെതായ ഒരു നല്ല വഴി തിരഞ്ഞെടുത്ത് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും സച്ചിക്കും രേവതിക്കും ഇട്ടൊരു ഉഗ്രം പണി കൊടുക്കണമെന്നാണ് ആൻ്റണി കരുതുന്നത്. അങ്ങനെ അതിനായിട്ട് അവനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അവർ എവിടെ എന്തെങ്കിലും ആർക്ക് വേദനിച്ച രേവതിക്ക് വേദനിക്കുമെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. സച്ചിക്കും അതുപോലെ അവളുടെ സഹോദരങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രേവതിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് ആൻ്റണിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുക്കുന്നത് ശരത്തിനെയാണ്. ശരത്തിനോട് ആൻ്റണിക്ക് ഒരു വൈരാഗ്യമുണ്ട്. കാരണം അവനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഉപേക്ഷിച്ച് പോയതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് അന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചതെന്നുള്ള ആ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ട് അത് അവൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ദേഷ്യവും കിടപ്പുണ്ട്. അങ്ങനെ ശരത്തിനെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശരത്ത് ലാസ്റ്റ് അവനെ കണ്ട് അവനുമായിട്ട് എല്ലാ ഇടപാടും തീർത്ത് പോകുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി നിൻ്റെ കൂടെ ഒന്നിനും ഞാനില്ല, നീ എൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, ഇനി എനിക്ക് പഠിച്ച് ഒരു നല്ല നിലയിലെത്തണം, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു തുണയാവണം, എന്നെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ചേച്ചി അമ്മയും പഠിപ്പിക്കുന്നത്, ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ തെറ്റിൻ്റെ വഴി വരില്ല എന്നൊക്കെ പറഞ്ഞ് ശരത്ത് പോയതൊക്കെ ആൻ്റണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ആൻ്റണി പറയും, നമുക്ക് ശരത്തിനെ ഇവിടെ ബ്ലോക്ക് ചെയ്യണം, കാരണം അവന് ഇന്ന് എക്സാമാണ്, അവനെ ആ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത്, അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ്റെ ഭാവി ഇല്ലാതായിക്കോളും, അങ്ങനെയാണെങ്കിൽ അവൻ തിരിച്ച് എൻ്റെ വഴിയിൽ തന്നെ വരും, രേവതിയും സച്ചിയും തകർക്കാൻ അവനൊരു നല്ല ഉപായമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരത്തിനെ ആൻ്റണിയും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ്. പിറ്റേ ദിവസം ശരത്തിന് എക്സാം ഉള്ളതാണ്. അങ്ങനെ ശരത്ത് വീട്ടിൽ വിളിച്ച് ദേവുവിൻ്റെ അടുത്ത് പറയും, ദേവു ഞാൻ വരാൻ അല്പം വൈകും, എനിക്ക് ഫ്രണ്ട്സുമായിട്ട് ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ട്, അതിനുശേഷം ഞാൻ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ, നിങ്ങൾ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയും. ആ സമയത്ത് ദേവു പറയും, നീ സൂക്ഷിച്ചൊക്കെ വരണം, എത്രയും നേരത്തെ തന്നെ വരാനൊക്കെ ശ്രമിക്കണമെന്ന് പറയും. നാളെ എക്സാം ഇല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറയും. ശരിയെന്ന് പറയുന്നുണ്ട്. ഈ കാര്യം വീട്ടിൽ ലക്ഷ്മിയമ്മ ചോദിക്കും, ശരത്ത് വന്നില്ലല്ലോ മോളെ. അത് അമ്മേ, അവന് കമ്പൈൻ സ്റ്റഡി ഉണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നാളെ എക്സാം അല്ലേ, അവർ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുകയാണ്. അതിനുശേഷം അവൻ വീട്ടിലോട്ട് വരും, അമ്മ ഫുഡ് കഴിച്ച് കിടന്നോളാൻ പറയും. ശരി മോളെ, അവൻ വരുവാണെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കിടക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ആൻ്റണി നമ്മുടെ ശരത്തിനെ അവിടെ തട്ടിക്കൊണ്ട് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ എക്സാം ഉള്ളതാണ്. ദേവു രാവിലെ എഴുന്നേറ്റിട്ടും ശരത്തിനെ വന്നിട്ടില്ല. അങ്ങനെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ദേവുവിനങ്ങ് ടെൻഷനാവും, അമ്മയോടും ആരോടും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ വിവരം പറയാൻ പറ്റിയത് സച്ചിയോടാണെന്ന് കരുതി സച്ചിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട്. എന്താ ദേവു നീ രാവിലെ വിളിച്ചത്? അത് സച്ചിയേട്ടാ, ശരത്ത് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയും. എത്തിയിട്ടില്ല? ആ അതെ, ഇന്നലെ കോളേജ് വിട്ടതിന് ശേഷം അവൻ വിളിച്ച് പറഞ്ഞിരുന്നു, നാളെ എക്സാം ആയതുകൊണ്ട് ഫ്രണ്ട്സുമായിട്ടിരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുക, കുറച്ച് ലേറ്റായേ വരത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ അവന് ഫോണിൽ വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല സച്ചിയേട്ടാ, എനിക്കെന്തോ ടെൻഷനുണ്ട്, ഇന്നവൻ എക്സാം ഉള്ളതാണ്, വീട്ടിൽ എനിക്ക് അമ്മയോട് പറയാൻ പറ്റത്തില്ല, ചേച്ചിയോടും പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണെന്ന് പറയും. നീ തൽക്കാലം രേവതി അമ്മയൊന്നും അറിയണ്ട,
നീ വിഷമിക്കേണ്ട, ഞാനന്ന് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ സച്ചി ശരത്തിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ശരത്തിന് എന്ത് പറ്റിയിട്ടുണ്ടാവുമെന്ന് അറിയാവുന്ന സച്ചിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആൻ്റണി ആയിരിക്കും. ആൻ്റണിക്കല്ലാതെ മറ്റാരോടും അവനൊരു വൈരാഗ്യമില്ലെന്ന് ശരത്തിനോട് വൈരാഗ്യമില്ലെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഹേഷ് പറയും, ഇപ്പോൾ എന്താ ചെയ്യുക, അവന് എക്സാം ഉള്ളതാണ് മഹേഷ്, ഇത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവും. ഇത്രയും നാളത്തെ അവൻ്റെ കഷ്ടപ്പാടാണ് ഈ എക്സാം. പരീക്ഷ എഴുതില്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാവിയാണ് ഇല്ലാതായി പോകുന്നത്. ആൻ്റണിയാണ് ഇതിൻ്റെ പിന്നിൽ, അവനല്ലാതെ മറ്റാർക്കും ശരത്തിനോടൊരു വൈരാഗ്യം ഇല്ലെന്ന് പറയും. നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു പരാതി കൊടുക്കാം, അതിനൊക്കെ നിന്നാൽ ഒത്തിരി വൈകും, നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ശരത്തിനെ അവർ അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് കോളേജിൻ്റെ അടുത്ത് കുറച്ച് മാറി ഒരു ഹോട്ടലിൻ്റെ അടുത്ത് ശരത്തിൻ്റെ ബൈക്ക് കാണുന്നുണ്ട്. അപ്പം മഹേഷ് പറയും, എടാ ഇത് ശരത്തിൻ്റെ ബൈക്കല്ലേ? ആ അതേ മഹേഷ്, ഇത് അവൻ്റെ ബൈക്കാണല്ലോ. അങ്ങനെ ഹോട്ടലിൻ്റെ അടുത്ത് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ബൈക്ക് ഇരിക്കുന്നു. അവനിനി ഫുഡ് വല്ലതും കഴിക്കാൻ ഇവിടെ കയറിയതായിരിക്കുമോ? അങ്ങനെ ബൈക്ക് കൊണ്ട് ആളില്ല. അങ്ങനെ അവിടെ CCTV കാണുന്ന മഹേഷ് പറയും, എടാ ഇവിടെ CCTV ഉണ്ട്, നമുക്ക് അവന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ, നമുക്ക് ഈ വിഷ്വൽസ് നോക്കി അറിയാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ ഹോട്ടൽ ഉടമയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ പറയും, അങ്ങനെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. അത് സാറേ, എൻ്റെ അനിയൻ്റെ ബൈക്കാണ് ഇവിടെ പുറത്തിരിക്കുന്നത്, അവനിവിടെ ഫുഡ് കഴിക്കാൻ എങ്ങനെ വന്നോന്ന് അറിയത്തില്ല, പിന്നെ അവനിന്ന് എക്സാം ഉള്ളതാണ്, അവൻ ഇന്നലെ വീട്ടിൽ വരേണ്ടതാണ്, ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല, അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല, ഇവിടെ CCTV ഉണ്ടല്ലോ, ഒന്ന് നോക്കുമോ സാറേ, ഇന്നലെ രാത്രിത്തെ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തന്നാൽ മതി, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ എവിടെ പോയെന്ന് അറിയാൻ പറ്റും. അതൊന്നും പറ്റത്തില്ല, നിങ്ങൾ ആദ്യം സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക, അതിനുശേഷം പോലീസുകാർ വന്നാൽ മാത്രമേ അങ്ങനെ CCTV വിഷ്വൽസ് കൊടുക്കാൻ പറ്റൂ, നിങ്ങളൊന്നും വന്ന് ചോദിച്ചാൽ തരാൻ പറ്റത്തില്ല സാറേ, പ്ലീസ്, ഇന്ന് അവൻ എക്സാം ഉള്ളതാണ്, അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല, അവൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറയും. നടക്കത്തില്ല, നിങ്ങൾ പോയിട്ട് വന്നേ, പോലീസിൻ്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ തരാൻ പറ്റത്തില്ല, നിങ്ങൾ എന്തിനു വേണ്ടി ഈ ഫോട്ടോസ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് പറയും. അയാളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയുമാണ്. അങ്ങനെ അവർ വിഷമിച്ചിങ്ങനെ നിൽക്കാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. ഉടനെ സച്ചിയും മഹേഷിനെയും കാണുന്നുണ്ട്. അല്ല, സച്ചിയേട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് പോയില്ല, എന്ത് പറ്റി രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്, ഫുഡ് കഴിക്കാൻ വന്നതാണല്ലേ? അല്ല, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ പോരായിരുന്നു. അല്ല, എനിക്കൊരു അത്യാവശ്യം ട്രിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. എങ്കിൽ ശരി, നീ എന്താ ഇവിടെ? എനിക്ക് ഈ ഹോട്ടലിൽ പൂ കൊടുക്കുന്നത് ഞാനാന്ന് പറയും. ഓ ശരിയെന്ന് പറയും. അങ്ങനെ രേവതി പൂ കൊടുക്കാൻ അകത്തോട്ട് കയറുന്നതും നമ്മുടെ ശരത്തിൻ്റെ ബൈക്ക് കാണുന്നുണ്ട്. അല്ല, ഇത് ശരത്തിൻ്റെ ബൈക്കല്ലേ, ഇവനൊന്ന് എക്സാം ഉള്ളതല്ലേ, പിന്നെന്താ ബൈക്ക് ഇവിടെ വെച്ചേക്കുന്നത്? അപ്പോഴത്തേക്ക് സച്ചിയൊന്നും മിണ്ടത്തില്ല. എന്താ സച്ചിയേട്ടൻ മുഖം വല്ലാതിരിക്കുന്നത്, ശരത്തിൻ്റെ ബൈക്ക് അങ്ങനെ ഇവിടെ വന്നത്, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ചോദിക്കുകയാണ്. അത് രേവതി, നീ ടെൻഷൻ ആവരുത്, സച്ചിയുടെ കാര്യം പറ, അത് ശരത്തിനെ ഇന്നലെ തൊട്ട് കാണാനില്ലെന്ന് പറയും. കാണാനില്ലേ, അവനൊന്ന് എക്സാം ഉള്ളതല്ലേ, അവൻ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് ടെൻഷൻ അടിക്കുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കാതെ രേവതി, എന്നെ രാവിലെ ദേവു വിളിച്ച് പറഞ്ഞു. ദേവോ? എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നീ ടെൻഷൻ ആവുമെന്ന് കരുതിയാൽ പറയാതിരുന്നത്. ദേവു രാവിലെ ഇന്നലെ രാത്രി അവന് കമ്പൈൻ സ്റ്റഡി ഉണ്ട്, വരാൻ താമസിക്കുമെന്ന് പറഞ്ഞാണ്. രാവിലെ അവൻ വീട്ടിൽ വന്നിട്ടില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ ടെൻഷൻ കൊണ്ടാണ് ദേവു എന്നെ വിളിച്ച് പറഞ്ഞത്. ഞങ്ങൾ അവനെ അന്വേഷിച്ചിറങ്ങിയാണ്. ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ ബൈക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അവനിവിടെ വന്നിട്ടുണ്ടെന്ന് കരുതി CCTV ഫോട്ടോയെ ചോദിച്ചു. പക്ഷേ അദ്ദേഹം തരാൻ തയ്യാറാവുന്നില്ല, പോലീസുകാർക്കേ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സച്ചിയേട്ടൻ വിഷമിക്കേണ്ട, എനിക്കറിയാവുന്ന മുതലാളി ഇവിടെ ഉള്ളത്, ഞാൻ ചോദിച്ച് മേടിക്കാമെന്ന് പറയും. അങ്ങനെ രേവതി അങ്ങോട്ട് വന്നിട്ട് പറയും, സാറേ, ഇത് എൻ്റെ ഭർത്താവാണ് സച്ചി, എൻ്റെ അനിയനെ ഇന്നലെ രാത്രി തൊട്ട് കാണുന്നില്ല, അവൻ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ, ഞങ്ങൾക്ക് ടെൻഷനുണ്ട്, ഇന്നലത്തെ ഈ CCTV ഫോട്ടോസ് ഒന്നും ഞങ്ങൾക്ക് കാണിച്ചു തരുമോ പ്ലീസ് സാറെന്നൊക്കെ പറയും. ഓ, രേവതിക്ക് വേണ്ടിയായിരുന്നോ, രേവതിയുടെ ഭർത്താവായിരുന്നു ഇത്, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, നമുക്കറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പരിചയമില്ലാത്ത 2 ആൾക്കാർ വന്നിട്ട് ഫോട്ടോയൊക്കെ ചോദിച്ചാൽ നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയും. അങ്ങനെ അവിടുന്ന് CCTV വിഷ്വൽസ് എടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രിത്തെ കൊട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ അത് എടുക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ശരത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നതും ഒരു വാനകത്ത് ആൻ്റണിയും 2 സുഹൃത്തുക്കളും കൂടി വന്ന് ശരത്തിനോട് സംസാരിക്കുന്നു. അതിനുശേഷം ശരത്തിനെ ബലാത്കാരമായിട്ട് പിടിച്ച് വണ്ടിക്കകത്തിട്ട് വാനകത്തിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ മഹേശ്വരൻ കണ്ടില്ലേ, ശരത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അവന്മാർ പിടിച്ചാണല്ലോ വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകുന്നത്, അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, ശരത്തിൻ്റെ പരീക്ഷ എഴുതാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവന്മാർ ചെയ്തതാണെന്ന് പറയും. ഒരു കാര്യം ചെയ്യും, രേവതി നീ പൊയ്ക്കോ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ശരത്തിനെ കണ്ടുപിടിച്ച് എക്സാം ഹാളിൽ എത്തിച്ചിരിക്കുമെന്ന് പറയും. സച്ചേട്ടാ, എൻ്റെ അനിയനെ ഒന്നും വരുത്തില്ല രേവതി, ഞാനല്ലേ സച്ചിയല്ലേ പറയുന്നത്, അവൻ്റെ പരീക്ഷ അവനെ എഴുതിച്ചിരിക്കും, ഈ സച്ചിയുടെ വാക്കാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ആൻ്റണി ശരത്തിനെ തട്ടിക്കൊണ്ടുവന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആൻ്റണി നേരെ കൊണ്ടുവന്നത് ഒരു ഗോഡൗണിലോട്ടാണ്. നമ്മുടെ ശരത്തിനെ അവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ എങ്ങനെയെങ്കിലും അവിടെ ലൊക്കേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ശരത്തിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യണം. അങ്ങനെ അവർ പറയും എന്തായാലും ഒരു മാർഗം. അങ്ങനെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, നമുക്ക് സൈബർ സെല്ലിൽ പറയാമെന്ന് പറയും. അങ്ങനെ സൈബർ സെല്ലിൽ ഈ നമ്പർ കൊടുത്തിട്ട് പറയും, സാറേ ഈ നമ്പർ ഇന്ന് ട്രാക്ക് ചെയ്ത് കിട്ടണം, നമുക്ക് ഇത്
ഇയാളുടെ മിസ്സിംഗ് ആണ്, ഇയാളെക്കുറിച്ച് അന്വേഷിക്കാനാണെന്ന് പറയും, എൻ്റെ അനിയനാന്നൊക്കെ പറയും. ആ സമയത്ത് സൈബർ സെല്ലുകാർ പറയും, നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ നമ്പറൊന്നും ട്രാക്ക് ചെയ്ത് തരാൻ പറ്റത്തില്ല, നിങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷനിലൊരു ഇൻറ്റിമേഷൻ കൊടുക്കണം, അതിനുശേഷം മാത്രമേ നമുക്ക് പോലീസുകാരുടെ അതിലൂടെ മാത്രമേ നമുക്ക് ഇവിടുന്ന് നമ്പർ ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ അവരതിലിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു വിവരവും കിട്ടാതിരിക്കുമ്പോൾ ദേവു ആ വിവരം അരുണിനെ വിളിച്ച് പറയുന്നത്. അങ്ങനെ അരുൺ സൈബർ സെല്ലിൽ വിളിച്ച് സംസാരിക്കും. അങ്ങനെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ വിവരം ദേവുവിനെ വിളിച്ച് പറയും. ദേവു അത് സച്ചിയെടുത്ത് വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചിയും മഹേഷും ചേർന്ന് നേരെ ആൻ്റണി ശരത്തിനെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഗോഡൗണിൽ ചെന്നിട്ട് ശരത്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും അതിനുശേഷം ശരത്തിനെ അവിടുന്ന് എക്സാം എഴുതിക്കാനൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസം കാണുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.